ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? കെ ഹോം പദ്ധതി സംസ്ഥാന ടൂറിസത്തിന് ഗുണമാകുമോ? സ്വർണ്ണവില ഇടിവിലേക്കോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. കേരള സർക്കാരിന്റെ ഏറ്റവും നൂതന പദ്ധതിയാണ് കെ ഹോം. ടൂറിസം വഴി ഹോം സ്റ്റേ ഉടമകൾക്കും സർക്കാരിനും വരുമാനം ലഭിക്കുന്ന പദ്ധതി. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ വരുമാന മാർഗമാക്കാവുന്ന പദ്ധതിക്കായി നിരവധി പേർ ആകൃഷ്ടരായി വരികയാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. സംസ്ഥാനത്ത് ഉപയോഗശൂന്യമായി ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ ടൂറിസം വികസനത്തിന് സാധ്യമാകുന്ന രീതിയിൽ കെ ഹോം പദ്ധതി രൂപീകരിക്കുമെന്ന്. ഈ പദ്ധതിയുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. സുന്ദരവും വ്യത്യസ്തമായ ഭൂപ്രകൃതികൾ കൊണ്ട് സമ്പന്നമായ കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന കെ ഹോംസ് പദ്ധതി ഒരു വലിയ ചുവടുവെപ്പാണ്. ആൾപ്പാർപ്പില്ലാത്ത സൗകര്യമുള്ള നമ്മുടെ വീടുകളെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി സഞ്ചാരികളെ താമസിപ്പിച്ച് വരുമാനവും തൊഴിലും സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. പൊടിപിടിച്ചു കിടന്നിരുന്ന ഉദ്യോഗസ്ഥർ മാത്രം താമസിച്ചിരുന്ന സർക്കാർ അതിഥി മന്ദിരങ്ങൾ വൃത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് നല്ലൊരു തുടക്കമായിരുന്നു. ഇപ്പോഴത്തെ കെ ഹോംസ് പദ്ധതി നടപ്പായാൽ സ്വദേശ വിദേശ സഞ്ചാരികൾക്ക് ഏറെ ഗുണം ചെയ്യും. എത്ര ചെറിയ സാമ്പത്തിക ശേഷിയിലും ഏതൊരു വ്യക്തിക്കും ചെലവ് കുറഞ്ഞ താമസം ലഭിക്കുന്നു എന്നതാണ് കെ ഹോംസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമായും പ്രവാസികൾക്കാണ് ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിക്കുക എന്ന് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പ്രദീപ് പറഞ്ഞു. ടൂറിസത്തില് സീസണിലൊക്കെ റൂം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പം ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ വരികയാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഹോം സ്റ്റേസ് ആണ് എപ്പോഴും താല്പര്യം. അപ്പം ബീച്ച് സൈഡോ ബീച്ചിനടുത്ത് ഹിൽ സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ഹോം സ്റ്റേസ് തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി ദേ വിൽ യൂസ് ഇറ്റ്. കമ്പാരിറ്റീവ്ലി ചീപ്പ് തന്നെ ഹോട്ടലും ആയിരിക്കും ഇത്. പിന്നെ അവർക്ക് കുക്ക് ചെയ്യാം അങ്ങനെയുള്ളത്. സോ ദിസ് വിൽ ബെനിഫിറ്റ് കേരള ടൂറിസം. വളരെ അധികം ബെനിഫിറ്റ് ഉണ്ടാവും. ഫോർട്ട് കൊച്ചി, കോവളം, മൂന്നാർ എന്നിവിടങ്ങളിലെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് കെ ഹോംസ് ആരംഭിക്കുന്നത്. സഞ്ചാരികൾക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പെട്ടെന്ന് അങ്ങനെ തുടങ്ങാൻ പറ്റുന്നൊരു പദ്ധതി അല്ല ഇത്. കാരണം ഒരുപാട് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രാരംഭ സ്റ്റഡിയെല്ലാം നടക്കുന്നുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ അതിൻ്റെതായ അവരിപ്പോൾ ഒരു മീറ്റിംഗ് ഉടനെ വിളിക്കുമെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സമയമെടുക്കും. ഇത് പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം വേറൊരാളുടെ ഒരു സാധനം എടുത്തിട്ട് നമ്മളത് ഒരു വീടാക്കി മാറ്റി, അത് വീടുണ്ട് എവിടെയെങ്കിലും അത് താമസ സൗകര്യത്തിനായി ഗുണനിലവാരത്തിൽ ഒരു ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പക്ഷേ വരുന്ന എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലം ഇത് പ്രാവർത്തികമാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിലവാരമുള്ള താമസവും നാടൻ ഭക്ഷണവുമാണ് പ്രധാന ആകർഷണം. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് നടത്തിപ്പ് രീതികൾ സ്വീകരിച്ച് മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെയാകും. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി സർക്കാർ 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കെ ഹോം പദ്ധതി ലോകത്ത് പലയിടത്തും വിനോദസഞ്ചാര മേഖലയിൽ നടപ്പാക്കുന്നുണ്ട്. ഇത്തരം മാതൃകകൾ പിന്തുടർന്നുകൊണ്ടാണ് കേരളവും പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ടൂറിസം ഹബ്ബാകാൻ വരുന്ന കേരളത്തിന് ഈ പദ്ധതി തീർച്ചയായും ഒരു മുതൽക്കൂട്ടാണ്. ക്യാമറമാൻ ബേസിലിനൊപ്പം അനീഷ് ദേവസ്യ, മൈഫിൻ TV, കൊച്ചി. ഓണവും വിവാഹ സീസണും അടുത്തതോടെ സ്വർണ്ണവില കുറഞ്ഞു. വില ഇനിയും ഇടിയാനുള്ള സാധ്യതയാണ് വിപണിയിൽ പ്രകടമാകുന്നത്. സ്വർണ്ണവില ഒരു തിരുത്തൽ ഘട്ടത്തിലാണെന്നും വരും ആഴ്ചയിലും സ്വർണ്ണവില ഇടിയാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത്. സ്വർണം തുടർച്ചയായ വിൽപ്പന സമ്മർദ്ദം നേരിടുന്നുണ്ട്. സ്വർണം 97,000 രൂപ എന്ന പ്രധാന പിന്തുണ നിരയിലേക്ക് അടുക്കുന്നു എന്നാണ്
വിപണിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഈ നില തുടരുകയാണെങ്കിൽ 97,500 മുതൽ 97,800 വരെ ഒരു ഹ്രസ്വകാല തിരിച്ചുവരവ് സാധ്യമാണ്. എന്നിരുന്നാലും 97,000 എന്ന നിർണായക പിന്തുണ തകർന്നാൽ അത് ആഴത്തിലുള്ള തിരുത്തലിന് കാരണമാകും. അടുത്ത പിന്തുണ 96,500-നടുത്താണ്. അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് ഉയർന്നു നിൽക്കുന്നത് മറ്റു കറൻസികളിൽ സ്വർണം വാങ്ങുന്നത് ചെലവേറിയതാക്കി. ഇതോടെ സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള ഡിമാൻഡ് കുറഞ്ഞതായാണ് വിലയിരുത്തൽ. US തൊഴിൽ പണപ്പെരുപ്പ കണക്കുകളും നിർണായകമാകും. US മോണിറ്ററി പോളിസിയും പലിശ നിരക്കുകളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. US ഡോളർ സൂചിക അടുത്തയിടെ ശക്തിപ്പെട്ടു വരികയാണ്. ഡോളർ ശക്തമാകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണത്തെ കൂടുതൽ ചെലവേറിയതാക്കുന്നു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന കരാറുമായി ബന്ധപ്പെട്ട ഏതു സംഭവ വികാസങ്ങളും വിപണി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാന കരാർ സാധാരണയായി സ്വർണത്തിനായുള്ള സുരക്ഷിത ഡിമാൻഡ് കുറയ്ക്കുന്നു. ഇത് വിലകളെ ബാധിച്ചേക്കാം. ആഭ്യന്തര രംഗത്ത് വിലയിലെ തിരുത്തൽ സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കും. കാർഷിക വിപണിയിൽ അടുത്ത വാരം ബുൾറാലിക്ക് ഒരുങ്ങുന്നു ഇന്ത്യൻ കുരുമുളക് വിപണി. പ്രതീക്ഷകളോടെ കാർഷിക കേരളം. അന്തർ സംസ്ഥാന വാങ്ങലുകാർ ദക്ഷിണേന്ത്യൻ ചുക്കു വിപണിയിൽ താൽപര്യം കാണിച്ചു. നിരക്ക് ആകർഷകമാകുമെന്ന നിഗമനത്തിൽ സ്റ്റോക്കിസ്റ്റുകൾ. കറിമസാല വ്യവസായികളും കയറ്റുമതിക്കാരും ജാതിക്ക സംഭരണ രംഗത്ത്. അനുകൂല കാലാവസ്ഥയിൽ സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് സജീവമായി. നാളികേര ഉൽപ്പന്നങ്ങളെ ബാധിച്ച തളർച്ച തുടരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്സവ സീസണിന് ഒരുങ്ങുന്നതിനൊപ്പം സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലായെത്തി. ലഭ്യതക്കുറവ് മൂലം വില ഉയർത്തി ചരക്ക് സംഭരിക്കാനുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ചതായാണ് വിപണി വൃത്തങ്ങളുടെ അനുമാനം. 3 ആഴ്ചയായി കുരുമുളക് വില നിത്യേന ഉയരുകയാണ്. അൺഗാർബിൾഡ് മുളക് വില ഇതിനകം 68,400 രൂപയായി ഉയർന്നെങ്കിലും കാർഷിക മേഖല ഉറ്റുനോക്കുന്നത് 70,000 രൂപയെന്നാണ്. മധ്യവർത്തികളും കർഷകരും ഏറ്റവും ഉയർന്ന വിലയ്ക്ക് ഇക്കുറി ചരക്ക് വിപണിയിൽ ഇറക്കാനാകുമെന്ന നിഗമനത്തിലാണ്. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വൻകിട സുഗന്ധവ്യഞ്ജന ഇടപാടുകാരുടെ കരുതൽ ശേഖരത്തിൽ നാടൻ ചരക്ക് കാര്യമായി ഇല്ലാത്ത അവസ്ഥയാണ്. പലതും ഇറക്കുമതി നടത്തിയ വില കുറഞ്ഞ മുളകുമായി നാടൻ ചരക്ക് കലർത്തിയും അവിടെ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. വിപണി വിലയിലും അല്പം താഴ്ത്തി ചരക്ക് വിറ്റുമാറാൻ ഇക്കൂട്ടർ രംഗത്തുണ്ട്. രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ കുരുമുളക് വില ടണ്ണിന് $8,200. ഇന്തോനേഷ്യയും മലേഷ്യയും ബ്രസീലും ശ്രീലങ്കയും വിയറ്റ്നാമും നിരക്ക് താഴ്ത്തി വിദേശ ഓർഡറുകൾക്ക് ശ്രമം നടത്തുന്നുണ്ട്. ശൈത്യകാല ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് അന്തർ സംസ്ഥാന വാങ്ങലുകാർ ചുക്ക് സംഭരണം തുടങ്ങി. തണുപ്പുകാലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വാങ്ങലുകൾക്ക് തുടക്കം കുറിച്ചതോടെ ഇത്തരം ചുക്ക് വില ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ചു. വിപണി ചൂടുപിടിക്കുന്നത് കണ്ട് കയറ്റുമതിക്കാരും രംഗത്ത് പിടിമുറക്കിയാൽ മികച്ച ഇനങ്ങളുടെ വിലയിലും ഉണർവ് സാധ്യത. മുഖ്യ വിപണികളിലും ചുക്ക് സ്റ്റോക്ക് കുറവാണ്. വൻകിടക്കാർ കാലവർഷത്തിനു മുന്നേ ചരക്ക് വിറ്റുമാറി. മഴക്കാല അന്തരീക്ഷ താപനില കുറയുന്നത് ചുക്കിൽ കുത്തൽ വീഴാൻ ഇടയാക്കുമെന്ന് ഉൽപ്പന്ന വില ഇടിയാൻ കാരണമാകും. അറബ് രാജ്യങ്ങൾ ചുക്ക് വിപണിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും വൻ ഓർഡറുകൾ ഇനിയും നൽകിയിട്ടില്ലെന്നാണ് കയറ്റുമതിക്കാരുടെ പക്ഷം. അതേസമയം വിദേശ കച്ചവടങ്ങൾ ലഭിച്ച ചില കയറ്റുമതി സ്ഥാപനങ്ങൾ ചരക്ക് സംഭരണത്തിന് തുടക്കം കുറിച്ചതായാണ് രഹസ്യവിവരം. ആഭ്യന്തര വില ഉയർത്താതെ ചുക്ക് സംഭരിക്കുന്ന നയത്തിലാണവർ. ഇടത്തരം ചുക്ക് 24,000 രൂപയിലും മികച്ച ചുക്ക് 25,000 രൂപയിലുമാണ്. കാർഷിക മേഖലകളിലെ മധ്യവർത്തികൾ വിലക്കയറ്റത്തിനായി ഉറ്റുനോക്കുകയാണ്. കറിമസാല വ്യവസായികൾ ജാതിക്ക സംഭരണ രംഗത്ത് ഇറങ്ങി. മുന്നിലുള്ള 3 മാസ കാലയളവിൽ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഉയരുമെന്നത് മുന്നിൽ കണ്ട് പരമാവധി ജാതിക്ക, ജാതിപത്രിക തുടങ്ങിയവ ശേഖരിക്കാൻ ഉത്സാഹിക്കുന്നുണ്ട്. വ്യവസായികളുടെ വരവ് കണ്ട് കയറ്റുമതിക്കാരും ചരക്ക് സംഭരണത്തിന് നീക്കം തുടങ്ങി. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുമായി നേരത്തെ ഉറപ്പിച്ച കരാറുകൾ മുൻനിർത്തിയാണ് ഒരു വിഭാഗം ജാതിക്ക വാങ്ങുന്നത്. മധ്യ കേരളത്തിലെയും ഹൈറേഞ്ചുകളിലെയും വിപണികളിൽ ചരക്ക് വരവ് ശക്തമല്ല. സ്റ്റോക്കിസ്റ്റുകളെ ആകർഷിക്കാൻ ജാതിക്ക വില കിലോ 400 രൂപയായും ജാതിപരിപ്പ് കിലോ 600 രൂപയായും ഇടപാടുകാർ ഉയർത്തി. ഹൈറേഞ്ച് ചരക്കിന് 620 രൂപ വരെ ഉയർന്ന് വിപണനം നടന്നു. മുൻനിര റബ്ബർ കയറ്റുമതി രാജ്യമായ തായ്ലൻഡിൽ 2 മാസമായി നിലനിന്ന കനത്ത മഴയും തൊഴിലാളി ക്ഷാമവും മൂലം റബ്ബർ ഉൽപാദനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർത്താനായില്ല. ഇതിനിടെ കാലാവസ്ഥ അല്പം തെളിഞ്ഞത് സ്ഥിതിഗതികളിൽ അയവ് വരുത്തുമെന്ന കണക്കുകൂട്ടലിലാണ് വൻകിട തോട്ടങ്ങൾ. മികച്ച കാലാവസ്ഥയിൽ ഉൽപാദനം പരമാവധി ഉയർത്താൻ വിദേശ ടാപ്പിംഗ് തൊഴിലാളികളെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ അവിടെ പുരോഗമിക്കുന്നു. താൽക്കാലികമായി 10,000 റബ്ബർ ടാപ്പിംഗ് വിദഗ്ധരെ ശ്രീലങ്കയിൽ നിന്നും സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണവർ. ഇതിനിടയിൽ റബ്ബർ ഉൽപാദന രംഗത്ത് ഉണർവിലേക്ക് തിരിയുന്നത് കണ്ട് ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ ഒക്ടോബർ അവധി കിലോ
326 യെന്നിൽ നിന്നും 315 യെന്നിലേക്ക് ഇടിഞ്ഞു. റബ്ബർ ടാപ്പിംഗ് സാധ്യതകൾ നിക്ഷേപകരെ അവധി വ്യാപാരത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ അളവിൽ മഴ നിലനിന്നെങ്കിലും മഴമറ ഒരുക്കിയ തോട്ടങ്ങളിൽ കർഷകർ റബ്ബർ വെട്ട് നടത്തി. കാലാവസ്ഥ കൂടുതൽ തെളിഞ്ഞാൽ ഷീറ്റ് ഉൽപാദനത്തിലേക്ക് കർഷകരുടെ ശ്രദ്ധ തിരിയും. ഇതിനിടയിൽ റബ്ബർ കമ്പനികൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 198 രൂപയിൽ നിന്ന് 190 രൂപയായി താഴ്ത്തി. 5ാം ഗ്രേഡ് 186 രൂപയിൽ വിപണനം നടന്നു. നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിടിവ് തുടരുന്നു. കൊപ്രയുടെ വിലയിടിവിനിടയിൽ വൻകിട മില്ലുകാർ ചരക്ക് സംഭരണത്തിന് ഉത്സാഹിക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലകളിൽ പച്ചത്തേങ്ങ വില താഴ്ന്നത് ഒരു വിഭാഗം ചെറുകിട മില്ലുകാരെയും ചരക്ക് സംഭരണത്തിന് പ്രേരിപ്പിച്ചു. കാങ്കയത്ത് കൊപ്ര വില ക്വിന്റലിന് 20,300 രൂപയിലാണ്. കൊച്ചിയിൽ നിരക്ക് 2,118 രൂപയിലുമാണ്. ഓണം അടുക്കുന്നതോടെ നിരക്ക് കൂടുതൽ ആകർഷകമായി മാറാനിടയുണ്ട്. വെളിച്ചെണ്ണ വില ലിറ്ററിന് 370 രൂപയിലാണ്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. റെനോയുടെ 7 ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന മിനി ഡസ്റ്റർ വരുന്നു. കൈഗറിന്റെ ഫേസ് ലിഫ്റ്റ് ബ്രാൻഡാണിത്. പുതുക്കിയ 2D ഡയമണ്ട് ലോഗോയ്ക്കൊപ്പം നിരവധി മാറ്റങ്ങളുമായാണ് വാഹനം എത്തുന്നത്. 2021 അരങ്ങേറ്റം കുറിച്ചതിന് ശേഷമുള്ള സബ് 4 മീറ്റർ SUV-യുടെ ആദ്യത്തെ പ്രധാന നവീകരണമായിരിക്കും ഇത്. കോമ്പാക്ട് SUV വിഭാഗത്തിലെ മത്സരം രൂക്ഷമായിരിക്കുന്ന സമയത്താണ് ഫേസ് ലിഫ്റ്റ് വരുന്നത്. കുറഞ്ഞ ബജറ്റുള്ളവർക്കെല്ലാം ധൈര്യമായി വാങ്ങാവുന്ന വണ്ടിയാണ് ഫ്രഞ്ച് കമ്പനിയായ റെനോയുടെ പക്കലുള്ള ആയുധം. പുതിയ ലൈം ഗ്രീൻ പെയിന്റ് ഷെയ്ഡാണ് ടീസറിലെ പ്രധാന ഹൈലൈറ്റ്. അതേസമയം മുൻവശത്ത് ബ്രാൻഡിന്റെ പുതുക്കിയ 2D ഡയമണ്ട് ലോഗോ കാണാം. റീഡിസൈൻ ചെയ്ത ഗ്രിൽ, റീപ്രൊഫൈൽ ചെയ്ത ബമ്പറുകൾ, സ്ലിമ്മർ ഹെഡ് ലാമ്പുകൾ, ഹൈ പൊസിഷൻ LED DRL സ്ട്രിപ്പ് എന്നിവയെല്ലാം കൈഗർ ഫേസ് ലിഫ്റ്റിൽ പ്രതീക്ഷിക്കാം. 6 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ബ്രേക്ക് അസിസ്റ്റ് ഉള്ള ABS, EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ, പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷൻ, സ്പീഡ് വാർണിംഗ് എന്നിവയുൾപ്പെടെ എല്ലാ വേരിയന്റുകളിലും 17 സ്റ്റാൻഡേർഡ് സവിശേഷതകൾ ഉണ്ടാവുമെന്നാണ് റെനോ പറയുന്നത്. 6,20,000 മുതൽ 11,50,000 വരെ എക്സ്ഷോറൂം വിലയും പ്രതീക്ഷിക്കാം. ഐഫോണിന്റെ പുത്തൻ സീരീസുകൾക്കായി ആപ്പിൾ പ്രേമികളും ടെക് വിദഗ്ധരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതിനിടെ അബദ്ധത്തിലാണെങ്കിലും iPhone 17ന്റെ ലോഞ്ച് തീയതി ആപ്പിളിൽ നിന്നും ലീക്കായിരിക്കുകയാണ് ഇപ്പോൾ. സെപ്റ്റംബർ 9 iPhone 17 സീരീസ് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ആപ്പിൾ ഇവന്റിനെ കുറിച്ച് ആപ്പിളിൽ നിന്ന് തന്നെ അറിയാതെ ഒരു പോസ്റ്റ് എത്തി. ഇതിൽ ആപ്പിൾ ഇവന്റിന്റെ തീയതിയുണ്ടായിരുന്നു. ആപ്പിൾ ഇവന്റിലൂടെ iPhone 17 സീരീസ് പുറത്തിറക്കുന്നതിനാൽ ഫോൺ ലോഞ്ച് തീയതിയും ഇതാകുമെന്നാണ് റിപ്പോർട്ട്. എന്തായാലും അബദ്ധം മനസ്സിലാക്കി ടിം കുക്ക് ടീം പോസ്റ്റ് എക്സിൽ നിന്നും പിൻവലിച്ചു. എങ്കിലും നിമിഷനേരങ്ങൾ മാത്രം ലഭ്യമായിരുന്ന പോസ്റ്റ് പലരും ഇതിനകം കണ്ടുകഴിഞ്ഞു. ഈ ലോഞ്ച് തീയതിയാണ് ഇപ്പോൾ ടെക് ലോകത്തും ഇന്റർനെറ്റിലും ചർച്ചയാകുന്നത്. ആപ്പിൾ ഇവന്റിന്റെ ലോഞ്ച് തീയതിയും കൂടാതെ പരിപാടിക്കായുള്ള ആപ്പിൾ ലോഗോയും പോസ്റ്റിലുണ്ടായിരുന്നു. മാക്ബുക്ക് എയർ വാൾപേപ്പറിന് സമാനമായ പർപ്പിൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള തിളങ്ങുന്ന ആപ്പിൾ ലോഗോയാണ് പോസ്റ്റിൽ കാണിച്ചത്. കൂടാതെ ആപ്പിൾ ഇവന്റ് തീയതിയും ഇതിൽ കാണാനാകുമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും സെപ്റ്റംബർ 9 iPhone 17 ഉൾപ്പെടെയുള്ള ലോഞ്ച് ഉണ്ടാകുമെന്നാണ് പോസ്റ്റ് സൂചിപ്പിക്കുന്നത്. പോസ്റ്റ് നീക്കം ചെയ്തതല്ലാതെ ഇതുവരെയും കമ്പനി തീയതിയിൽ അപ്ഡേറ്റ് വരുത്തിയിട്ടില്ല. ഓഗസ്റ്റ് അവസാനത്തിനു മുമ്പ് ആപ്പിൾ ഐഫോൺ ലോഞ്ച് ഇവന്റ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. പോസ്റ്റിലെ തീയതിയിൽ നിന്നും മാറ്റം വരുമോ എന്നും കണ്ടറിയണം. iPhone 17 എയർ ഏകദേശം 94,900 രൂപയാകും. പ്ലസ് മോഡലിന് പകരം വരുന്ന സ്ലിം സ്മാർട്ട് ഫോണുകളാണ് iPhone 17 എയർ. ഈ എയർ സ്മാർട്ട് ഫോണുകൾക്ക് പ്ലസ് മോഡലുകളെക്കാൾ അല്പം വില കൂടുതലായിരിക്കും. iPhone 17 പ്രോയുടെ വില ഇന്ത്യയിൽ ഏകദേശം 1,21,900 രൂപയായിരിക്കും. iPhone 17 Pro മാക്സിന് ഏകദേശം 1,39,900 രൂപയായിരിക്കുമെന്നും സൂചനയുണ്ട്. iPhone 17 മോഡലുകൾ കൂടുതൽ ഡിസ്പ്ലേ ഉള്ള ഫോണായിരിക്കും. ഇനി വിനോദവാരം.
മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ സാമ്രാജ്യം നൂതന ദൃശ്യവിസ്മയത്തോടെ വീണ്ടും എത്തുന്നു. കാത്തിരിപ്പിലാണ് മമ്മൂട്ടി ആരാധകർ. ആരിഫ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അജ്മൽ ഹസൻ നിർമ്മിച്ച ജോമോൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത സാമ്രാജ്യം 4K ഡോൾബി അറ്റ്മോസ് പതിപ്പിലെത്തുന്നു. സെപ്റ്റംബർ മാസത്തിൽ സാമ്രാജ്യം റിലീസ് ചെയ്യും. 1990 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ സാമ്രാജ്യം വിവിധ ഭാഷകളിൽ റീമേക്ക് ചെയ്തിരുന്നു. ഇളയരാജ ഒരുക്കിയ പശ്ചാത്തല സംഗീതം ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നായിരുന്നു. അലക്സാണ്ടർ എന്ന അധോലോക നായകനെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. പ്രശസ്ത ഗാനരചയിതാവായ ഷിബു ചക്രവർത്തിയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. മധു, ക്യാപ്റ്റൻ രാജു, വിജയരാഘവൻ, അശോകൻ, ശ്രീവിദ്യ, ജഗന്നാഥവർമ്മ, പ്രതാപചന്ദ്രൻ തുടങ്ങിയവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ്. ഇനി പ്രധാന ഇവന്റുകൾ. ഹഡിൽ ഗ്ലോബൽ 2025 ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ഡിസംബർ 11 മുതൽ 13 വരെ കോവളത്ത് നടക്കും. കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് സംഘാടകർ. മെഷീനറി എക്സ്പോ കേരള 2025 സെപ്റ്റംബർ 20 മുതൽ 23 വരെ കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. സംഘാടകർ സംസ്ഥാന വ്യവസായ വകുപ്പ്. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.